നിങ്ങൾക്കറിയാം എന്നാണ് ഈ മാനവകുലം രക്ഷിക്കപ്പെടാൻ തുടങ്ങിയത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ, ആ രക്തത്തിലൂടെ ആണ് മനുഷ്യന് പാപമോചനം കിട്ടുകയും നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയും ചെയ്തത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. എന്നാൽ ആ രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതുന്നതെങ്കിൽ യേശു ക്രിസ്തു അതിനു മുമ്പേ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യം, അവർ 70 പേർ ശുശ്രൂഷയ്ക്ക് പോയി വളരെ സന്തോഷത്തോടെ മടങ്ങി വരികയാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്തുപോയി. അപ്പോൾ യേശുക്രിസ്തു അവരോട് തിരിച്ചു പറയുകയാണ്, ഭൂതങ്ങൾ പുറത്തു പോയതിലല്ല. ശ്രദ്ധിക്കുക, യേശു കാൽവരി കുരിശിൽ മരിച്ചിട്ടില്ല, ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല, രക്ഷയുടെ കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. ഭൂതങ്ങൾ പുറത്തു പോയതിലല്ല, നിങ്ങളുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതാൻ പോകുന്നതിൽ സന്തോഷിപ്പിനെന്നല്ല, എഴുതിക്കൊണ്ടിരിക്കുന്നതിൽ സന്തോഷിക്കുക എന്നല്ല, എഴുതിയിട്ടുള്ളതിൽ സന്തോഷിപ്പിൻ എന്നാണ് അരുമനാഥനായ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു പഠിപ്പിച്ചത്. So, dear brothers, as you all know, since when did people start getting born again? Since when did people start attaining salvation? As we all know, this happens after the death and resurrection of our Lord Jesus Christ, because it is through the atoning sacrifice of our Lord Jesus Christ that we attain remission from our sins, and it is as a consequence of that we get born again. So, but if you look at the word of God, we will see that when Jesus sends out the 72 for healing and for casting out demons, when they come back, Jesus tells them that be glad, not because demons fleeing from you, not because you are able to cast out demons. On the contrary, be glad. Jesus does not say that be glad because your names are going to be written in the book of life, or that your names are being written in the book of life. On the contrary, Jesus says be glad because your names are already written in the book of life. നിങ്ങൾക്കറിയാമല്ലോ, പഴയ ഉടമ്പടി പുസ്തകത്തിൻ്റെ സമയത്ത് മോശ ദൈവവുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, ജനത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് മോശ ഒരു കടുത്ത വാക്ക് പറഞ്ഞു ദൈവത്തോട്, ഈ ജനത്തോട് അങ്ങ് ക്ഷമിക്കുന്നില്ല എങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേരങ്ങ് മായ്ച്ചു കളഞ്ഞേക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ രക്ഷിക്കപ്പെടാത്ത മോശയുടെ പേരെവിടെയുണ്ട്? ദൈവപുസ്തകത്തിൽ ഉണ്ട്. അപ്പോൾ ദൈവം മറുപടി പറഞ്ഞു, അപ്പോൾ നീ പറയുമ്പോൾ മായ്ക്കാനും എഴുതാനും നിൽക്കുന്ന ഒരാളല്ല ഞാൻ എന്ന രീതിയിൽ ദൈവം മറുപടി പറഞ്ഞു. ആരുടെ പേരെ ഞാൻ മാറ്റിയതെന്ന് പറയാമോ? എന്നോട് ശ്രദ്ധിച്ച് കേൾക്കുക, ആരുടെ പേരാണ് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുന്നത്? ദൈവം നേരിട്ട് പറയുകയാണ്, എന്നോട് ദൈവത്തോട് പാപം ചെയ്യുന്നവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. ഇതിൻ്റെ അർത്ഥം ഇതാ, നാം പാപം ചെയ്യാതെ സൂക്ഷിക്കുക. നമ്മുടെ പേര് ഓൾറെഡി, മോശ രക്ഷിക്കപ്പെട്ടിട്ടില്ല, നമ്മുടെ പേര് ഓൾറെഡി അവിടെയുണ്ട്, ജീവൻ്റെ പുസ്തകത്തിൽ ഉണ്ട്. Let's read another verse. This is Exodus 32, 33. So here, the situation for the context for this verse is that Israelites have committed the sin of the golden calf, and Moses is interceding with God on behalf of them. And during this intercession session, Moses takes a hard stance where he says in verse 32, he says, "Yet now, if you will forgive their sin, but if not, I pray, blot me out of your book which you have written." And the Lord said to Moses, "Whoever has sinned against me, I will blot out of my book." So remember that Moses is before Jesus, so Moses has not obtained the salvation through Jesus. Still Moses says that if you are not going to forgive these Israelites, then blot out my name from the book. That means that Moses' name is already written in the book at that point of time. And to that the Lord replies that whoever has sinned against me, I will blot out of my book. So it means that people's names are already written in the book of life, and when someone sins, God can blot it out, remove their name from the book of life. ഇനി ദാവീദിന്റെ കാര്യം പറയാം. ദാവീദ് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ദാവീദിന്റെ സമയത്ത് ദാവീദ് പഴയ ഉടമ്പടിയുടെ ഭാഗമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ യാഗം കഴിഞ്ഞിട്ടാണ് നമ്മുടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ദാവീദ് പറയുകയാണ്, ഒരു കൂട്ടം ജനം ദാവീദിനെ ഉപദ്രവിക്കുകയാണ്. ആ ഉപദ്രവിക്കുന്ന സമയത്ത് ദാവീദ് ദൈവത്തോട് പറയുകയാണ്, ഇവർ എന്നെ ഉപദ്രവിക്കുകയാണ്, ദൈവമേ ഈ ദുഷ്ടന്മാരുടെ പേര് അങ്ങ് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയണമേ, നീതിമാന്മാരോടുകൂടെ ഇവരുടെ പേര് എഴുതരുതേ,
അങ്ങ് മാച്ച് കളഞ്ഞേക്കണേന്ന് ദാവീദിൻ്റെ പ്രാർത്ഥനയാണ്. സങ്കീർത്തനം 69 അധ്യായം അതിൻ്റെ 24 മുതൽ വായിക്കുമ്പോൾ നമുക്കിത് കാണുവാൻ കഴിയും. നിന്റെ ക്രോധം അവരുടെ മേൽ പകരണമേ, നിന്റെ ഉഗ്രകോപം അവരെ പിടിക്കണമേ. ഇനി താഴേക്ക് വായിക്കുമ്പോൾ അവരെഴുതുകയാണ് അതിൻ്റെ 28 വാക്യം, ജീവന്റെ പുസ്തകത്തിൽ നിന്ന്, ഏത് പുസ്തകത്തിൽ നിന്ന്? ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ, നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവരെ എഴുതരുതേ. So now let us look at another context. This is with respect to David. As we all know, David was like 1,000 years before Jesus. So David has not yet attained salvation through our Lord Jesus. David is still in the old covenant. So in Psalm 69 verse 24 to 28, we see that David is crying out to God because someone is troubling David, someone is harming him greatly, and he is crying out to God about them. So in verse 24, he says to God, pour out your indignation upon them and let your wrathful anger take hold of them. And he's saying that God, asking God to punish them, and he continues, and in verse 28 he says, let them be blotted out of the book of the living and not be written with the righteous. So that means that he's asking that their names be blotted out from the book of the living. So the names are already written, and David is asking them, God to blot it out from the book of the living. വായിച്ചാട്ടെ, വെളിപ്പാട് പുസ്തകം 3 അധ്യായം 5 വാക്യത്തിൽ. ഇത് വേറെ ആരുമല്ല, യേശുക്രിസ്തു നേരിട്ട് പറയുകയാണ്. ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ് നേരിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. ഹലോ, നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ഓൾറെഡി പേരെവിടെ ഉണ്ട്? ജീവപുസ്തകത്തിൽ ഉണ്ട്. ഇത് ഇപ്പോഴങ്ങ് എഴുതിയതല്ല, ലോകസ്ഥാപനത്തിങ്കൽ എഴുതിയേക്കണതാണ്. ഹല്ലേലൂയ. നമ്മൾ അങ്ങോട്ടേക്ക് വചനം കൊണ്ട് വചനത്തിൽ കടന്നു വരും. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം ശ്രദ്ധിച്ചേ, യേശുക്രിസ്തു പറയാണ്, ജയിക്കുന്നവൻ്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയില്ല. അങ്ങനെയെങ്കിൽ ജയിക്കുന്നതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? നിങ്ങൾ പറ. ജയിക്കുന്നതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? ജയിക്കുന്നവൻ്റെ പേരെ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ക്കാതെ ഉള്ളൂ. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താവും? മത്തായി 7, 21, 22, 23 ദേവദാസന്മാരുടെ വിശ്വാസികളുടെ അവസ്ഥയാവും. ഹല്ലേലൂയ. ലോകത്തിൽ ഇന്ന് നമ്മുടെ സഹോദരവർഗ്ഗങ്ങളുടെ അവസ്ഥ എന്താകും? അവർ സ്തുതി ആരാധനയിൽ നിൽക്കുകയാണ്. ജയം എന്നുള്ള കാര്യം അവർ പറയുന്നത് പോലും ഇല്ല. ഇവിടെ യേശുക്രിസ്തു പറയുന്നുണ്ട്, 7 സഭയോടും ജയിക്കണം. ജയിക്കുന്നുവെങ്കിൽ ഇതാ ഞാൻ നിങ്ങളെ എന്നോടുകൂടി എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. ജയിക്കുന്നവൻ്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയത്തില്ല. അവൻ്റെ പേർ ഞാൻ എൻ്റെ പിതാവിൻ്റെ മുമ്പിലും പിതാവിൻ്റെ ദൂതന്മാരുടെ മുമ്പിലും ഏറ്റുപറയും. ജയത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുക. Dear brothers, let's read the verse that Jesus has said. This is Revelation chapter 3 verse 5. He who overcomes shall be clothed in white garments, and I will not blot out his name from the book of life, but I will confess his name before my Father and before his angels. So here again we see that Jesus is not speaking about writing their name into the book of life, but about not blotting out their name from the book of life. So here we can see that the names in the book of life are written even from before the foundation of the world. We will come to the biblical basis for that, but before that, from this verse itself we can see the importance of overcoming. Here Jesus says, he who overcomes shall be clothed in white garments. So Jesus says that in order for our names to not be blotted out from the book of life, we need to overcome. And this is important because if we don't overcome, then we will become like the servants of God mentioned in Matthew 7, 21, 22, 23. And most of the present churches don't speak about that, but here you can understand just how important overcoming is, because to all of the 7 churches Jesus speaks about overcoming, and he says that if you overcome, I will have you sit with me on my throne, and if you overcome, I will not blot out his name from the book of life, and I will confess his name before my Father and before his angels. മനസ്സിലാക്കുക. ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഞാനിങ്ങനെ മനസ്സിലാക്കിയ, എൻ്റെ പേര് ജീവപുസ്തകത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ
ദൈവം എന്തെങ്കിലും ഉണ്ടാക്കുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ആരംഭത്തിൽ തന്നെ നിശ്ചയിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്ന സമയത്ത് എൻ്റെ പേർ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ, നിങ്ങളുടെ പേര് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി കഴിഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ എഴുതിയത് കൊണ്ടാണ് നാം നിത്യജീവനായി നിയമിക്കപ്പെട്ടത്. ആ നിയമിക്കപ്പെട്ട എല്ലാവർക്കും രക്ഷിക്കപ്പെടുവാൻ, അവരെല്ലാം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവർക്കെല്ലാം ദൈവം അതിനുള്ള അവസരം കൊടുക്കും. പക്ഷേ അവിടെ എത്തണോ വേണ്ടേ എന്നുള്ളത് അവരുടെ ചോയ്സാണ്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതിൻ്റെ തെളിവായി ചുമ്മാ വാഗൊണ്ട് പറയുകയല്ല, 139 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യം മുതൽ വായിക്കുമ്പോൾ അതിൻ്റെ ആ ഭാഗം പറയും, ദൈവമേ നീ അതിശയകരമായി ഭയങ്കരമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ, ഞാനൊരു അസ്ഥി പോലും അല്ലാതായിരുന്നപ്പോൾ നീ എന്നെ അറിഞ്ഞു. നിശ്ചയിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നു, അതായത് നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലായിരുന്നു, ഒരു സൃഷ്ടിയും ഇല്ലായിരുന്നു. ആ ഒരു സൃഷ്ടിയും ഇല്ലാതിരുന്നപ്പോൾ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ നീ എഴുതി. ഞാൻ മനസ്സിലാക്കുന്നു, അന്ന് എൻ്റെ പേരും സ്വർഗത്തിലെ ദൈവം അവിടെ എഴുതി. ലോകസ്ഥാപനത്തിന് മുമ്പ് എഴുതപ്പെട്ട ആ പുസ്തകത്തിൻ്റെ പേരാണ് കുഞ്ഞാടിൻ്റെ ജീവ പുസ്തകം. Dear brothers, so this is how I understood it, that our names are written not when we attain salvation. On the contrary, our names are written even before the foundation of this world, when even before, that is before God decided about this world itself. At that point of time itself, God has decided that we will be saved, and because God has decided that God intends for us to attain the fulfillment of our salvation and be fulfillment of the knowledge of salvation. And this is written in as a basis of this I will present Psalms 139 verse 14 onwards. I will praise you, for I am fearfully and wonderfully made. Marvelous are your works, and that my soul knows very well. My frame was not hidden from you when I was made in secret and skillfully wrought in the lowest parts of the earth. Your eyes saw my substance being yet unformed, and in your book they were all written, the days fashioned for me, when as yet there were none of them. So here it says that God has written about us even before any days had begun itself. He had written about us in his book, and I believe that book is the book of life of the Lamb of God. സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവൻ വന്ദനം. ഈ ഹോളിൽ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയുകയാണ്, ദൈവം തൻ്റെ ജീവനാൽ, സമാധാനത്താൽ, തൻ്റെ ഐശ്വര്യത്താൽ നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. Greetings of love in the name of our Heavenly Father and our Lord Jesus Christ to everyone who is present here and everyone who is listening to this audio-visual medium. May God fill you with His life, peace and prosperity. നാം ഇന്ന് 2025 ഫെബ്രുവരി മാസത്തിലെ ധ്യാനത്തിലെ അവസാന ദിവസം, സാറ്റർഡേ ഈവനിങ്ങിലെ സംശയ നിവാരണങ്ങളുടെ ഭാഗത്ത് നിൽക്കുകയാണ്. ഇന്ന് കടന്നു വന്നിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, പലപ്പോഴും നാം കേൾക്കാറുണ്ട് ദൈവദാസന്മാരുടെ പ്രസംഗങ്ങളിൽ, നാം രക്ഷിക്കപ്പെടുമ്പോഴാണ് ജീവപുസ്തകത്തിൽ നമ്മുടെ പേരെഴുതുന്നത് എന്ന്. എന്നാൽ അത് സത്യമാണോ അല്ലയോ എന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ തന്നെ ഞാൻ ഒന്നുകൂടി നിങ്ങളോട് പറയട്ടെ, ഈ ചോദ്യം എൻ്റെ വിശുദ്ധ ബൈബിളിലെ എന്നെ ദൈവം പഠിപ്പിച്ച ചിന്തകളുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇത് നിങ്ങൾക്ക് വ്യക്തതയോടെ ആഴത്തിൽ മനസ്സിലായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നിങ്ങളുടെ രക്ഷയുമായി ബന്ധം ഉള്ളതല്ല. പകരം ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൂടുതൽ നല്ലതാണ്. മനസ്സിലായോ? ഇത് നിങ്ങൾ മനസ്സിലാക്കിയതിൽ തെറ്റുപറ്റിയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നരകത്തിലൊന്നും പോകത്തില്ല. പക്ഷെ മനസ്സിലാക്കിയാൽ നല്ലതാണ്. അതുകൊണ്ട് ആരും തർക്കിക്കേണ്ട. Today being the last day of February 2025 retreat, where we typically address the doubts of the participants, today we will be addressing a question about the book of life.
Typically, the question is, typically we hear the various servants of God in their sermons say that when we are born again, our name gets written into the book of life. So the question is that true or not? Today, I will be addressing this question from my personal experience, from what God has given me. But if you are unable to understand it, that is also fine, because it's a little deep, because this is not something that will affect your salvation. ഞാൻ കേട്ടതും പഠിച്ചതും ഒക്കെ രക്ഷിക്കപ്പെടുമ്പോഴാണ് ജീവപുസ്തകത്തിൽ പേരെഴുതുന്നതെന്നാണ് ഞാൻ പ്രസംഗകരോട് കേട്ടത്. പക്ഷേ തുടർന്ന് വിശുദ്ധ ബൈബിളിലൂടെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ അത് അങ്ങനെയല്ല എന്നും, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നും, അങ്ങനെ ജീവപുസ്തകത്തിൽ നമ്മളുടെ പേര് ഉള്ളത് കൊണ്ടാണ് നമുക്ക് രക്ഷിക്കപ്പെടുവാനൊരവസരം ദൈവം തന്നതെന്നുമാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ എന്തുകൊണ്ട് ദൈവദാസന്മാർ അങ്ങനെ പ്രസംഗിക്കുന്നു എന്നത് എനിക്ക് മനസ്സിലായത്, ഈ ദൈവദാസന്മാർ ബരോവയിലുള്ളവരെ പോലെ അതങ്ങനെ തന്നെയോ എന്ന് വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ പഠിച്ചതുപോലെ 2 ലെയർ പ്രൊട്ടക്ഷൻ അവർ അന്വേഷിച്ചില്ല എന്നും, പകരം ഏതോ ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ ആ ദൈവദാസൻ ഒരുപക്ഷെ സീനിയർ ആയിരിക്കാം, തൻ്റെ അണികളെല്ലാം അത് കേട്ട് ആവർത്തിക്കപ്പെടുകയാണ് ഉണ്ടായത്. നാം രക്ഷിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതുന്നതെന്ന് ഒരു വചനം ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഞാൻ കണ്ടില്ല. നിങ്ങളാരെങ്കിലും കണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം. So from the various sermons that I have heard so far, the idea that I got is that from the various sermons is that when we are born again, it is at that time that our name gets written into the book of life. But from what I have learned through the Bible and from what God has guided me, I found that our name is written in the book of life even from before the foundation of this world. And it is because our names are written in the book of life that we are having the opportunity to be born again in the first place. So this misconception that our name is written in the book of life when we are born again, that I haven't found anywhere in the Bible from Genesis to Revelation. This probably came from some servant of God having said it once, and then his followers and others repeating it, because they are not following the path of the believers in Beroa, where they check whether the verses they hear are actually in the Bible. They are not following the two-phase authentication system. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, എനിക്ക് മനസ്സിലാകാൻ എഴുതിയിരിക്കുന്നത്, രക്ഷിക്കപ്പെടുമ്പോഴല്ല ജീവപുസ്തകത്തിൽ പേരെഴുതുന്നത്, ജീവപുസ്തകത്തിൽ പേരുള്ളത് കൊണ്ടാണ് ദൈവം നമ്മളെ രക്ഷയ്ക്കായി വിളിച്ചത്. So please see the screen that the topic is, it is not because we are born again or we attain salvation that our name gets written into the book of life. On the contrary, it is because our name is already written in the book of life that we get born again and we attain salvation. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം എന്നാണ് ഈ മാനവകുലം രക്ഷിക്കപ്പെടാൻ തുടങ്ങിയത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂസിലെ യാഗത്തിലൂടെ, ആ രക്തത്തിലൂടെ ആണ് മനുഷ്യന് പാപമോചനം കിട്ടുകയും നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയും ചെയ്തത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. എന്നാൽ ആ രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതുന്നതെങ്കിൽ, യേശുക്രിസ്തു അതിനു മുമ്പേ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യം, അവർ 70 പേർ ശുശ്രൂഷയ്ക്ക് പോയി വളരെ സന്തോഷത്തോടെ മടങ്ങി വരികയാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്തുപോയി. അപ്പോൾ യേശുക്രിസ്തു അവരോട് തിരിച്ചു പറയുകയാണ്, ഭൂതങ്ങൾ പുറത്തു പോയതിലല്ല. ശ്രദ്ധിക്കുക, യേശു കാൽവരി കുരിശിൽ മരിച്ചിട്ടില്ല, ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല, രക്ഷയുടെ കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. ഭൂതങ്ങൾ പുറത്തു പോയതിലല്ല, നിങ്ങളുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതാൻ പോകുന്നതിൽ സന്തോഷിപ്പിനെന്നല്ല, എഴുതിക്കൊണ്ടിരിക്കുന്നതിൽ സന്തോഷിക്കുക എന്നല്ല, എഴുതിയിട്ടുള്ളതിൽ സന്തോഷിപ്പിൻ
എന്നാണ് അരുമനതനായ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ് പഠിപ്പിച്ചത്. So, dear brothers, as you all know, since when did people start getting born again? Since when did people start attaining salvation? As we all know, this happens after the death and resurrection of our Lord Jesus Christ, because it is through the atoning sacrifice of our Lord Jesus Christ that we attain remission from our sins, and it is as a consequence of that we get born again. So, but if you look at the Word of God, we will see that when Jesus sends out the 72 for healing and for casting out demons, when they come back, Jesus tells them that be glad, not because demons are fleeing from you, not because you are able to cast out demons. On the contrary, be glad. Jesus says that Jesus does not say that be glad because your names are going to be written in the book of life, or that your names are being written in the book of life. On the contrary, Jesus says be glad because your names are already written in the book of life. വായിച്ചട്ടെ ലൂക്കോസ് 10:17 തുടർന്ന് 20. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്ന്, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. താഴേക്ക് അവൻ അവരോട് 20. ഇല്ല, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പിൻ. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നല്ല കാര്യമാണ്. അതിൻ്റെ അർത്ഥം അത് വേണ്ടെന്നല്ല. ചിലർ പറയും അതൊന്നും വേണ്ടെന്ന്. ഞാനോ അതൊക്കെ വേണം. ദൈവരായത്തിൽ ഡെമോൺസ്ട്രേഷനാണ്. അത് കഴിഞ്ഞ ദിവസം ഇവിടെയും അതുണ്ടായി. അപ്പോൾ ഇതൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതിലല്ല സന്തോഷിക്കേണ്ടത്. അത് ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ്. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിപ്പേൻ. For this, let's read the associated verse, that is Luke 10 verse. Let's read verse 17 and then verse 20. Verse 17 reads, Then the 70 returned with joy, saying, Lord, even the demons are subject to us in your name. And verse 20 says, Nevertheless, do not rejoice in this, that the spirits are subject to you, but rather rejoice because your names are written in heaven. So Jesus is saying that don't rejoice because the spirits are subject to you. That does not mean that that is not a good thing. That is a good thing. That is a part of the demonstration of the kingdom of God, that evil spirits are subject to the servants of God. But Jesus says that rejoice rather because your names are written in heaven. Hallelujah. നിങ്ങൾക്കറിയാമല്ലോ, പഴയ ഉടമ്പടി പുസ്തകത്തിൻ്റെ സമയത്ത് മോശ ദൈവവുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ജനത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് മോശ ഒരു കടുത്ത വാക്ക് പറഞ്ഞു ദൈവത്തോട്. ഈ ജനത്തോട് അങ്ങ് ക്ഷമിക്കുന്നില്ല എങ്കിൽ നീ എഴുതിയ നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേരങ്ങ് മായ്ച്ചു കളഞ്ഞേക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ രക്ഷിക്കപ്പെടാത്ത മോശയുടെ പേരെവിടെയുണ്ട്? ദൈവപുസ്തകത്തിൽ ഉണ്ട്. അപ്പോൾ ദൈവം മറുപടി പറഞ്ഞു. അപ്പോൾ നീ പറയുമ്പോൾ മായ്ക്കാനും എഴുതാനും നിൽക്കുന്ന ഒരാളല്ല ഞാൻ എന്ന രീതിയിൽ ദൈവം മറുപടി പറഞ്ഞു. ആരുടെ പേരാണ് ഞാൻ മാക്കിയതെന്ന് പറയാമോ? എന്നോട് ശ്രദ്ധിച്ച് കേൾക്കുക. ആരുടെ പേരാണ് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുന്നത്? ദൈവം നേരിട്ട് പറയുകയാണ്, എന്നോട് ദൈവത്തോട് പാപം ചെയ്യുന്നവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. ഇതിൻ്റെ അർത്ഥം ഇതാ, നാം പാപം ചെയ്യാതെ സൂക്ഷിക്കുക. നമ്മുടെ പേര് ഓൾറെഡി, മോശം രക്ഷിക്കപ്പെട്ടിട്ടില്ല, നമ്മുടെ പേര് ഓൾറെഡി എവിടെയുണ്ട്? ജീവൻ്റെ പുസ്തകത്തിൽ ഉണ്ട്. Let's read another verse. This is Exodus 32, 33. So here, the situation for the context for this verse is that Israelites have committed the sin of the golden calf, and Moses is interceding with God on behalf of them. And during this intercession session, Moses takes a hard stance where he says in verse 32, he says, Yet now, if you will forgive their sin, but if not, I pray, blot me out of your book which you have written. And the Lord said to Moses, Whoever has sinned against me, I will blot out of my book. So remember that Moses is before Jesus, so Moses has not obtained the salvation through Jesus. Still Moses says that if you are not going to forgive
these Israelites then blot out my name from the book. That means that Moses' name is already written in the book at that point of time. And to that the Lord replies that whoever has sinned against me, I will blot out of my book. So it means that people's names are already written in the book of life, and when someone sins, God can blot it out remove their name from the book of life. ഹല്ലേലൂയ. ഇനി ദാവീദിന്റെ കാര്യം പറയാം. ദാവീദ് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ദാവീദിന്റെ സമയത്ത് ദാവീദ് പഴയ ഉടമ്പടിയുടെ ഭാഗമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂസിലെ യാഗം കഴിഞ്ഞിട്ടാണ് നമ്മുടെ രക്ഷാനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ദാവീദ് പറയുകയാണ്, ഒരു കൂട്ടം ജനം ദാവീദിനെ ഉപദ്രവിക്കുകയാണ്. ആ ഉപദ്രവിക്കുന്ന സമയത്ത് ദാവീദ് ദൈവത്തോട് പറയുകയാണ്, ഇവർ എന്നെ ഉപദ്രവിക്കുകയാണ്. ദൈവമേ, ഈ ദുഷ്ടന്മാരുടെ പേര് അങ്ങ് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയണമേ. നീതിമാന്മാരോടുകൂടെ ഇവരുടെ പേര് എഴുതരുതേ, അങ്ങ് മായ്ച്ച് കളഞ്ഞേക്കണേ എന്ന് ദാവീദിൻ്റെ പ്രാർത്ഥനയാണ്. സങ്കീർത്തനം 69 അധ്യായം അതിൻ്റെ 24 മുതൽ വായിക്കുമ്പോൾ നമുക്കിത് കാണുവാൻ കഴിയും. നിൻ്റെ ക്രോധം അവരുടെ മേൽ പകരണമേ, നിൻ്റെ ഉഗ്രകോപം അവരെ പിടിക്കണമേ. ഇനി താഴേക്ക് വായിക്കുമ്പോൾ അവരെഴുതുകയാണ്, ജീവൻ്റെ, അതിൻ്റെ 28-ാം വാക്യം, ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന്, ഏത് പുസ്തകത്തിൽ നിന്ന്? ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ, നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവരെ എഴുതരുതേ. So now let us look at another context. This is with respect to David. As we all know, David was like 1,000 years before Jesus. So David has not yet attained salvation through our Lord Jesus. David is still in the old covenant. So in Psalm 69 verse 24 to 28, we see that David is crying out to God because someone is troubling David, someone is harming him greatly, and he is crying out to God about them. So in verse 24, he says to God, pour out your indignation upon them and let your wrathful anger take hold of them. And he's saying that God, asking God to punish them, and he continues, and in verse 28 he says, let them be blotted out of the book of the living and not be written with the righteous. So that means that he's asking that their names be blotted out from the book of the living. So the names are already written, and David is asking God to blot it out from the book of the living. ഹല്ലേലൂയ. ഇവിടെ പുതിയതായിട്ട് പേരെഴുതുന്നതിനെ കുറിച്ചൊന്നുമല്ല സംസാരിക്കുന്നത്. ഓൾറെഡി എഴുതിയിരിക്കുന്നത് മായ്ച്ച് കളയാനാണ് പ്രാർത്ഥിക്കുന്നത്. 69-ന്റെ 27-ഉം 28-ഉം ശബ്ദമുയർത്തി വായിച്ചാട്ടെ. സങ്കീർത്തനം 69, 27, 28. അവരുടെ അകൃത്യത്തോട് അകൃത്യം കൂട്ടണമേ, നിന്റെ നീതിയെ അവർ പ്രാപിക്കരുതേ. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായിച്ചു കളയണമേ, നീതിമാന്മാരോട് കൂടെ അവരെ എഴുതരുതേ. മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇത് മാത്രമല്ല, ഇനി കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് പറയുകയാണ്, ജയിക്കുന്നവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ അവൻ്റെ പേർ എൻ്റെ പിതാവിൻ്റെ മുമ്പിലും പിതാവിൻ്റെ ദൂതന്മാരുടെ മുമ്പിലും ഞാൻ ഏറ്റു പറയും. എഴുതുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്, മായ്ക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. So in Psalms 69 verse 27 and 28, remember that this is in that old covenant days before Jesus came, and here let me read the verses. David is saying in verse 69-29, add iniquity to their iniquity and let them not come into your righteousness. Let them be blotted out of the book of the living and not be written with the righteous. So here it is speaking not about writing into the book, but about blotting out from the book. Again we can see another example with respect to our Lord Jesus itself. In book of Revelation, our Lord Jesus says that to the one who wins, I will not blot out their name from the book, and instead I will acknowledge them in front of my Father and in front of his angels. So here again Jesus is not speaking about adding their name into the book of the living, but about blotting their name out of the book of the living.
വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ. ഇത് വേറെ ആരുമല്ല, യേശുക്രിസ്തു നേരിട്ട് പറയുകയാണ്. ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ് നേരിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. ഹലോ, നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ഓൾറെഡി പേരെവിടെ ഉണ്ട്? ജീവപുസ്തകത്തിൽ ഉണ്ട്. ഇത് ഇപ്പോഴങ്ങ് എഴുതിയതല്ല, ലോകസ്ഥാപനത്തിങ്കൽ എഴുതിയേക്കണതാണ്. ഹല്ലേലൂയ. നമ്മൾ അങ്ങോട്ടേക്ക് വചനം കൊണ്ട് വചനത്തിൽ കടന്നു വരും. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം ശ്രദ്ധിച്ചേ. യേശുക്രിസ്തു പറയുകയാണ്, ജയിക്കുന്നവൻ്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയില്ല. അങ്ങനെയെങ്കിൽ ജയിക്കുന്നതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? നിങ്ങൾ പറ. ജയിക്കുന്നതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? ജയിക്കുന്നവൻ്റെ പേരെ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ക്കാതെ ഉള്ളൂ. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താവും? മത്തായി 7, 21, 22, 23 ദേവദാസന്മാരുടെ വിശ്വാസികളുടെ അവസ്ഥയാവും. ഹല്ലേലൂയ. ലോകത്തിൽ ഇന്ന് നമ്മുടെ സഹോദരവർഗങ്ങളുടെ അവസ്ഥ എന്താകും? അവർ സ്തുതി ആരാധനയിൽ നിൽക്കുകയാണ്. ജയം എന്നുള്ള കാര്യം അവർ പറയുന്നത് പോലും ഇല്ല. ഇവിടെ യേശുക്രിസ്തു പറയുന്നുണ്ട്, 7 സഭയോടും ജയിക്കണം. ജയിക്കുന്നുവെങ്കിൽ ഇതാ ഞാൻ നിങ്ങളെ എന്നോടുകൂടി എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. ജയിക്കുന്നവൻ്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയത്തില്ല. അവൻ്റെ പേർ ഞാൻ എൻ്റെ പിതാവിൻ്റെ മുമ്പിലും പിതാവിൻ്റെ ദൂതന്മാരുടെ മുമ്പിലും ഏറ്റുപറയും. ജയത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുക. Dear brothers, let's read the verse that Jesus has said. This is Revelation chapter 3, verse 5. He who overcomes shall be clothed in white garments, and I will not blot out his name from the book of life, but I will confess his name before my Father and before his angels. So here again we see that Jesus is not speaking about writing their name into the book of life, but about not blotting out their name from the book of life. So here we can see that the names in the book of life are written even from before the foundation of the world. We will come to the biblical basis for that. But before that, from this verse itself, we can see the importance of overcoming. Here Jesus says, he who overcomes shall be clothed in white garments. So Jesus says that in order for our names to not be blotted out from the book of life, we need to overcome. And this is important because if we don't overcome, then we will become like the servants of God mentioned in Matthew 7, 21, 22, 23. And most of the present churches don't speak about that. But here you can understand just how important overcoming is, because to all of the 7 churches, Jesus speaks about overcoming, and he says that if you overcome, I will have you sit with me on my throne, and if you overcome, I will not blot out his name from the book of life, and I will confess his name before my Father and before his angels. ഹല്ലേലൂയ. ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഞാനിങ്ങനെയാണ് മനസ്സിലാക്കിയ, എൻ്റെ പേര് ജീവപുസ്തകത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ, ദൈവം എന്തെങ്കിലും ഉണ്ടാക്കുന്നതിന് മുമ്പേ, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ആരംഭത്തിൽ തന്നെ നിശ്ചയിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്ന സമയത്ത് എൻ്റെ പേർ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ, നിങ്ങളുടെ പേര് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി കഴിഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ എഴുതിയത് കൊണ്ടാണ് നാം നിത്യജീവനായി നിയമിക്കപ്പെട്ടത്. ആ നിയമിക്കപ്പെട്ട എല്ലാവർക്കും രക്ഷിക്കപ്പെടുവാൻ, അവരെല്ലാം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവർക്കെല്ലാം ദൈവം അതിനുള്ള അവസരം കൊടുക്കും. പക്ഷേ അവിടെ എത്തണോ വേണ്ടെന്നുള്ളത് അവരുടെ ചോയ്സാണ്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതിൻ്റെ തെളിവായി ചുമ്മാ വാഗോണ്ട് പറയുകയല്ല, 139 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യം മുതൽ വായിക്കുമ്പോൾ അതിൻ്റെ ആ ഭാഗം പറയും, ദൈവമേ നീ അതിശയകരമായി ഭയങ്കരമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ, ഞാനൊരു അസ്ഥി പോലും അല്ലാതായിരുന്നപ്പോൾ നീ എന്നെ അറിഞ്ഞു.
നിശ്ചയിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നു, അതായത് നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലായിരുന്നു, ഒരു സൃഷ്ടിയും ഇല്ലായിരുന്നു. ആ ഒരു സൃഷ്ടിയും ഇല്ലാതിരുന്നപ്പോൾ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ നീ എഴുതി. ഞാൻ മനസ്സിലാക്കുന്നു, അന്ന് എൻ്റെ പേരും സ്വർഗത്തിലെ ദൈവം അവിടെ എഴുതി. ലോകസ്ഥാപനത്തിന് മുമ്പ് എഴുതപ്പെട്ട ആ പുസ്തകത്തിൻ്റെ പേരാണ് കുഞ്ഞാടിൻ്റെ ജീവപുസ്തകം. ഹല്ലേലൂയ. നമുക്ക് അത് വായിക്കുന്നതിന് മുമ്പ് Dear brothers, so this is how I understood it, that our names are written not when we attain salvation. On the contrary, our names are written even before the foundation of this world, when even before, that is before God decided about this world itself. At that point of time itself, God has decided that we will be saved, and because God has decided that God intends for us to attain the fulfillment of our salvation and be fulfillment of the knowledge of salvation. And this is written in as a basis of this, I will present Psalms 139 verse 14 onwards. I will praise you, for I am fearfully and wonderfully made. Marvelous are your works, and that my soul knows very well. My frame was not hidden from you when I was made in secret and skillfully wrought in the lowest parts of the earth. Your eyes saw my substance being yet unformed, and in your book they were all written, the days fashioned for me, when as yet there were none of them. So here it says that God has written about us even before any days had begun itself. He had written about us in his book, and I believe that book is the book of life of the Lamb of God. Psalms 139 അതിൻ്റെ 14 മുതൽ വായിച്ചാണ് 16 വരെ. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഹല്ലേലൂയ. നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അതിൻ്റെ അർത്ഥം ലോകസ്ഥാപനത്തിന് മുമ്പ് ഇതെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അത് നമുക്ക് ഉറപ്പിക്കാൻ വേറെ ചില വചനങ്ങൾ കൂടി നമുക്ക് കൊണ്ടുവരാം. വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം. ഫാദർ വി താങ്ക് യു. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം. ആൻറ്റിക്രൈസ്റ്റിൻ്റെ സ്ഥാപനം വെളിപ്പാട് വരുമ്പോൾ ഇമ്മീഡിയറ്റായിട്ട് യാതൊരു സംശയമില്ലാതെ ആൻറ്റിക്രൈസ്റ്റിൻ്റെ സിസ്റ്റത്തെ വണങ്ങുന്ന ഒരു കൂട്ടം ജനമുണ്ട്. ആ ജനത്തെക്കുറിച്ച് പറയുകയാണ്, അവരുടെ പേര് കുഞ്ഞാടിൻ്റെ പുസ്തകത്തിലില്ല. അവർ ഇമ്മീഡിയറ്റായിട്ട് ആൻറ്റിക്രൈസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യും. അതാണ് ആ ആൻറ്റിക്രൈസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരെ കുറിച്ച് പറയുകയാണ്. ലോകസ്ഥാപനത്തിങ്കൽ, അതായത് ലോകസ്ഥാപനം മുതൽ കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരില്ലാത്ത എല്ലാവരും ആൻറ്റിക്രൈസ്റ്റിനെ വണങ്ങും. അപ്പോൾ ഈ പുസ്തകം എപ്പോൾ എഴുതിയതാ? ലോകസ്ഥാപനത്തിങ്കൽ. വായിക്കേ. 13:8 വായിച്ചാൽ. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. Let me read Psalms 139 verse 14 to 16 once. And I will praise you, for I am fearfully and wonderfully made. Marvelous are your works, and that my soul knows very well. My frame was not hidden from you when I was made in secret and skillfully wrought in the lowest parts of the earth. Your eyes saw my substance being yet unformed, and in your book they were all written, the days fashioned for me, when as yet there were none of them. So here it says that before there were any days, all information about my days were already written in God's book. So here we see that our information about us, our names are written in the book of life before the foundation of this world. Now let us look at another verse to strengthen this, and this is Revelation chapter 13 verse 8. So here it speaks about a group of people who will bow down to the Antichrist when he comes, and it is written about these people. The word of God says, all who dwell on the earth will worship him, whose names have not been written in the book of life of the Lamb slain from the foundation of the world.
So it says that these people, their names have not been written in the book of life, and because their names have not been written in the book of life, they will bow down to the Antichrist. ഹല്ലേലൂയ. അവരുടെ പേര് ജീവപുസ്തകത്തിലില്ല. നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങളൊക്കെ വരും, എന്തുകൊണ്ട് അവരുടെ പേര് ജീവപുസ്തകത്തിലില്ലാത്ത? കുറേ പേരുടെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ട്. പൗലോസ് പറയുന്നുണ്ട് ഇത് എഴുതുമ്പോൾ ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലെമൻ്റ് മുതലായ. അപ്പോൾ ചിലരുടെ പേര് അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്, വേറെ ചിലരുടെ പേര് അതിൻ്റെ ഉള്ളിൽ ഇല്ല. ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്, ഈ ജീവപുസ്തകം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഫാമിലി രജിസ്റ്ററാണ്. ആ ഫാമിലി രജിസ്റ്ററിൽ ഉള്ള, അതായത് ആദത്തിൻ്റെ ഉള്ളിൽ ദൈവം ആരെയൊക്കെ വെച്ചോ അവരെ മുഴുവൻ, അവരെല്ലാം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷേ അത് കഴിഞ്ഞിട്ട് ശത്രു വന്നൊരു വിത വിതച്ചു. ആ വിതച്ചതാണ് മത്തായി 13 അധ്യായത്തിൽ പറയുന്നത്. ശത്രു പിശാച് അവൻ വിതച്ചത് കള പിശാചിൻ്റെ മക്കൾ. അവരാരെയും ദൈവകുടുംബത്തിൽ കയറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പകരം ക്രിസ്തു അവിടെ പറയാണ് അന്ത്യനാൾ. പക്ഷെ അവരെ ആരെയും ഇപ്പോൾ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അന്ത്യകാലത്ത് അത് വെട്ടി തീയിലിട്ട് ചുട്ട് കളയും. 2 ടൈപ്പ് സീഡ് ഇവിടെ ഉണ്ട്. ഒന്ന് ജീവപുസ്തകത്തിൽ പേരുള്ളവർ, ഒന്ന് ജീവപുസ്തകത്തിൽ പേര് ഇല്ലാത്തവർ. ഇവിടെ ജീവപുസ്തകത്തിൽ പേരില്ലാത്തവർ ദുഷ്ടൻ്റെ മക്കളാണ്. അവർ ആൻറ്റിക്രൈസ്റ്റ് വെളിപ്പെടുമ്പോൾ തന്നെ അവനെ പോയി നമസ്കരിക്കും എന്നാണ് ഈ വചനം പറയുന്നത്. ഇത് ലോകസ്ഥാപനം മുതൽ അവരുടെ പേര് ജീവപുസ്തകത്തിൽ ഇല്ല. നമുക്കൊരു പക്ഷേ അതിശയം തോന്നും, ഇതാണ് ദൈവത്തിൻ്റെ നിശ്ചയം. Go ahead. Now, some of you may ask, how is this fair that some people's name are written in the book of life from the foundation of this world and others' names are not written in the book of life? I believe that this book of life of the Lamb is actually the family register of God, and when God created this world, God deposited his children in the seed of Adam at that point of time itself. But his children are not the only ones who are deposited in Adam. Even Satan deposited his seed in Eden, as it is written in the book of Luke, where there are 2 types of seeds sown into the field, and one is the children of God, and then there is Satan comes and sows his seed, which turns out to be weed, and they are the children of the devil. And Jesus says, don't cut them out now. Let them grow together, and in the end only the children of God are saved. So in the same way, those who are not written whose names are not written in the book of life are the children of the devil, and they will bow down to the Antichrist as soon as he comes. ഇതാ മറ്റൊരു വചനം കൂടി നമുക്ക് ഉറപ്പിക്കാം. വെളിപ്പാട് 17:8 ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാത്ത വേറെ മക്കളുണ്ട്. അവർ ഇതാ ഈ ആൻറ്റിക്രൈസ്റ്റിനെ കണ്ട് അതിശയിച്ച് ആൻറ്റിക്രൈസ്റ്റിൻ്റെ പുറകെ പോകും. അവർക്ക് യാതൊരു സന്ദേഹവും ഇല്ല, അവർ അവൻ്റെ പുറകെ പോകും. കാരണം പിശാചിൻ്റെ സന്തതികൾക്ക് ഇതാ പിശാചിൻ്റെ ഇഷ്ടം ചെയ്യുകയും അതിൻ്റെ പുറകെ പോകുന്നതിന് യാതൊരു സംശയവുമില്ല. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തതിൻ്റെ കാരണം നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ യേശുവിനറിയാം സോഴ്സ് എവിടെ നിന്നാണ് എന്ന്. അതുകൊണ്ട് വെളിപ്പാട് 17:8 കൂടി വായിച്ചത് വീണ്ടും അത് തന്നെ കൺഫേം ചെയ്യുക. ഈ പുസ്തകം എപ്പോഴാണ് എഴുതിയിരിക്കുന്നത്? ലോകസ്ഥാപനത്തിങ്കലാണ്. അന്ന് മുതലാണ് ആ പേരവിടെ ഉള്ളത്. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേര് എഴുതാതിരിക്കുന്ന ഭൂവാസികൾ, ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്നവർ, താഴേക്കാണ് എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. അതായത് ആന്റിക്രൈസ്റ്റിന്റെ പുറകെ പോകുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആ പേരെഴുതാത്തവരൊക്കെ ആന്റിക്രൈസ്റ്റിന്റെ പുറകെ, അത് സംശയമൊന്നുമില്ല. കാരണം ആ ജനറേഷൻ അതിൻ്റേതാണ്, പിശാചിൻ്റെ മക്കളാണ്. താഴേക്ക് ഗോ ഹെഡ്. Let's read another verse to strengthen this. This is Revelation chapter 17 verse 8. The beast that you saw was and is not and will ascend out of the bottomless pit and go to perdition. And those who dwell on the earth will marvel, whose names are not written in the book of life from the foundation of the world
when they see the beast that was and is not and yet is. So it says that people whose names are not written in the book of life, they will marvel when the Antichrist appears. They will not have any doubts about him. That is because they are the children of the devil, and they hurry to do the will of the devil. And this is again what Jesus himself has told to those to some of those who does not believe in him then, that you do not believe in me because you are the children of the devil and you are trying to do your father's will. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഇനി മറ്റൊരു വചനത്തിലൂടെ നമുക്ക് ഉറപ്പിക്കാം. അപ്പോസ്തലന്മാർ പൗലോസും ബർണബാസും ഒക്കെ ദൈവവചനം സംസാരിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. യഹൂദന്മാരോട് നല്ലൊരു പങ്കിനോട് സംസാരിച്ചിട്ടും അതിൽ പലരും ഇതിനെ എതിർക്കാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിതാ സുവിശേഷം ആദ്യ യഹൂദനോട് പറയേണ്ടത് ആവശ്യമാണ്. സുവിശേഷം ആദ്യ യഹൂദനും പിന്നെ യവനനും. അതാണ് ദൈവിക നിയമം. എന്നാൽ നിങ്ങളതിനെ തള്ളി നിത്യജീവന് അയോഗ്യരെന്ന് നിങ്ങളെ തന്നെ വിധിച്ചിരിക്കുക. ഞങ്ങൾ ഇതിനാൽ ജാതികളിലേക്ക് തിരിയുന്നു. ഉടനെ ദൈവത്തിൻ്റെ വചനം എഴുതി വച്ചിരിക്കുകയാണ്, ജാതികൾ ഇത് കണ്ട് സന്തോഷിച്ചിട്ട്, ശ്രദ്ധിക്കുക വീട്, നിത്യജീവനായി ദൈവം ആരെയൊക്കെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ടോ, ശ്രദ്ധിക്കുക, നിത്യജീവനായി ദൈവം ആരെയൊക്കെ നിയമിച്ചിട്ടുണ്ടോ അവർ വിശ്വസിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ആരാ ഇത് കേട്ട് വിശ്വസിക്കണേ? നിത്യജീവനായി ദൈവം അപ്പോയിൻ്റ് ചെയ്തവർ. നാം രക്ഷിക്കപ്പെടുന്നതല്ല ആദ്യം, അതിനു മുമ്പ് ദൈവം നമ്മളെ അപ്പോയിൻ്റ് ചെയ്യണം. ഇതുകൊണ്ടാണ് കർത്താവ് യേശു പറഞ്ഞേ, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ, എൻ്റെ പിതാവ് നിന്നെ അപ്പോയിൻ്റ് ചെയ്തിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. നമ്മുടെ സൈക്കോളജിയൊക്കെ മാറ്റിവെക്ക്, ദൈവം ചിന്തിക്കുന്നതും ക്രിസ്തു പറയുന്നതും ഏറ്റെടുക്കുക. ആ പുസ്തകം നോക്കി ഉരച്ച്, ഇതാ തട്ടാൻ ഉരച്ച് സ്വർണം ഏതാണെന്ന് തിരയുന്നത് പോലെ, നല്ലതാണോ അല്ലയോ എന്ന് തിരയുന്നത് പോലെ, വരോവിലുള്ള വിശ്വാസികളെ പോലെ അത് അങ്ങനെ തന്നെയോ എന്ന് നാം തിരിച്ചറിയുക. വായിക്കുക അപ്പോസ്തലപ്രവൃത്തി 13:48. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. ശ്രദ്ധിച്ചേ, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ, സ്പെസിഫൈ ചെയ്താ പറയണേ, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇങ്ങനെയാ. ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഏതാരും ആദത്തിൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച ഇവരാരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവരെല്ലാം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനുശേഷം മനുഷ്യർ ദൈവം പറഞ്ഞതിന് ഉറങ്ങുമ്പോൾ, മനുഷ്യർ ഉറങ്ങിയപ്പോൾ ശത്രു വന്ന്, പിശാച് വന്ന് അവൻ്റെ മക്കളെ വിതച്ചു, അവൻ്റെ വിത്തുകളെ വിതച്ചു. അത് പിശാചിൻ്റെ മക്കൾ. ഇതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ പിശാചിൻ്റെ മക്കളാ. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ അപ്പം നട്ടതല്ല, എൻ്റെ അപ്പം നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പിഴുതെടുത്ത പള്ളകളയും. ഹല്ലേലൂയ. ഇത് എൻ്റെ വേടല്ല, നമ്മുടെ യേശുവിൻ്റെ വേടാ. വിശ്വസിക്കാവുന്നവർ വിശ്വസിച്ചോ. Now let us look at another verse for this. This is Acts 14 verse 48. So the Acts 13 verse 48. So the context of this is that Paul and Barnabas are preaching the word of God to certain Gentile cities, and here they first begin by preaching it to the Jews, but many of the Jews are rejecting it and making it difficult for them to preach. So they say that, but since you reject it and judge yourself unworthy of everlasting life, behold, we turn to the Gentiles. So they are turning to the Gentiles, and it is in this context that Acts 13 verse 48 is written, and it says, now when the Gentiles heard this, they were glad and glorified the word of the Lord, and as many as had been appointed to eternal life believed. So it says that they did not get eternal life because they believed, but they believed because they were appointed to eternal life. This is the same thing that Jesus himself said, that only those who have been attracted to me by my Father will come to me and believe me. And it is again this that Jesus has said that this is because God has predetermined that his children should attain the full knowledge of the salvation, and he deposited his children in Adam. But when man was sleeping without hearing the word of God, Satan came and sowed his own seed, and his seed are the weed.
And as the word of God says that Satan's children will not listen to the word of salvation. And as Jesus says that those that my Father has not planted, I will remove those. നമുക്കത് ഉറപ്പിക്കാൻ വേണ്ടി മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉറപ്പിക്കുകയാണ്, ദൈവം നട്ടിട്ടില്ലാത്ത മനുഷ്യർ ഇവിടെ ഉണ്ട്. ദൈവം നട്ടിട്ടില്ലാത്ത മനുഷ്യരെ ദൈവം അനുവദിച്ചിട്ടുണ്ട്. ദൈവം അനുവദിച്ചിരിക്കുകയാണ് അവരെ. അതെല്ലാം ഇന്ന് നല്ലൊരു പങ്ക് സഭകളുടെ ഉള്ളിലുമുണ്ട്. ഇവർ വചനം പഠിപ്പിക്കുന്നവരുമാണ്. എന്നാൽ കർത്താവ് പറയുന്നു അവരെ വിട്ടേക്കാൻ. അവർ കുരുടന്മാരായ വഴികാട്ടികളാണ്. എൻ്റെ പിതാവ് നട്ടവരല്ല, എൻ്റെ പിതാവ് നട്ടവരല്ല. അതുകൊണ്ട് എൻ്റെ പിതാവ് അവരെല്ലാം വേരോടെ പിഴുതെടുത്ത് കളയും. വായിച്ചാട്ടെ. അപ്പോൾ ശിഷ്യന്മാർ അടുക്കെ വന്നു, പരീശന്മാർ ഈ വാക്ക് കേട്ട് ഇടറിപ്പോയി എന്നറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകും. അപ്പോൾ ഈ പള്ളിയിലുള്ള ഈ പഠിപ്പിക്കുന്ന പരീശന്മാരൊക്കെ ആര് നട്ടതല്ല? യേശു പറയാണ് എൻ്റെ അപ്പം നട്ടത് അല്ല. യേശുവിന് അറിയത് എൻ്റെ അപ്പം നട്ടത് അല്ല. ഇവരൊരുത്തനെ വഴി നടത്തുന്നത് നരകത്തിലേക്കാണ്. അതുകൊണ്ടാണ് യേശു താഴെ പറയുന്നത്, വായിച്ചേ, അവരെ വിടുവിൻ, അവരെ വിടുവിൻ, അവർ കുരുടന്മാരായ വഴികാട്ടികൾ അത്രേ. അവർ എൻ്റെ അപ്പൻ ആഗ്രഹിക്കുന്നിടത്തേക്കല്ല ജനത്തെ കൊണ്ടുപോകണേ. കുരുടന്മാരായ വഴികാട്ടികൾ, അവർക്കും കാഴ്ചപ്പാടില്ല. കുരുടന്മാരായ വഴികാട്ടികൾ അത്രേ. കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നട്ടിട്ടില്ലാത്ത ഈ തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകും. നിൽക്കത്തില്ല, വേരോടെ പറഞ്ഞു പോകും. Now let us look at another verse to strengthen this. This is our Lord Jesus himself saying. This is in Matthew 15 verse 13. So here again the context is that Jesus said something which offended the Pharisees, and Jesus is saying that they are not planted by my Father. So Jesus knows those who are planted by my Father, and this also means that there are people in the church who are not planted by our Heavenly Father, and they are our teachers as well. So Jesus says, but he answered and said to them, every plant which my Heavenly Father has not planted will be uprooted. Let them alone. They are blind leaders of the blind, and if the blind leads the blind, both will fall into a ditch. So here he is speaking about these Pharisees, these leaders who are not planted by God in the church, as well as in that case in the synagogues, where he is speaking about that they themselves are blind and they are leading the blind. ഇതാ വീണ്ടും ഇത് ഉറപ്പിക്കാൻ വേണ്ടി യേശുക്രിസ്തു ഒരു കൂട്ടം യഹൂദന്മാരോട് സംസാരിക്കുകയാണ്. യഹൂദന്മാർ പറയുകയാണ്, അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവ്, ദൈവമാണ് ഞങ്ങളുടെ പിതാവ് എന്നൊക്കെ പറയുമ്പോൾ യേശുക്രിസ്തു പറയുന്നു, അല്ലേ അല്ല, നിങ്ങൾ പറയുന്നു ദൈവമാണ് നിങ്ങളുടെ പിതാവെന്ന്. അതാ ഞാൻ പറയുന്നു നിങ്ങളുടെ പിതാവ് പിശാചാണെന്ന്. ഹല്ലേലൂയ. പക്ഷേ ഇവർ പള്ളി പോകുന്നവരാണ്, തോറ വായിക്കുന്നവരാണ്. പക്ഷേ യേശു പറയുന്നു നിങ്ങൾ ദൈവം എന്ന പിതാവിൻ്റെ മക്കളല്ല, പിശാജ് എന്ന പിതാവിൻ്റെ മക്കളാണ്. രണ്ട് സ്പിരിച്വൽ അപ്പന്മാരാണ് ഉള്ളത്. ഒന്ന് ദൈവം, മറ്റത് പിശാച്. അതാണ് യോഹന്നാൻ 8:42 മുതൽ 44 വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. വായിച്ചാട്ടെ. ദൈവം നിങ്ങളുടെ പിതാവ് എങ്കിൽ 42 മുതൽ ഓക്കെ, ഗോ അഹെഡ്. യേശു അവരോട് പറഞ്ഞത്, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകുന്നു. എൻ്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? എൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായ്ക കൊണ്ടത്രേ. നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ. നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ. ആത്മമണ്ഡലത്തിൽ വളരെ പ്രിസൈസ് ഇൻഫർമേഷൻ ആണിത്. യേശു പറയണം നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ. നമ്മൾ എവിടെയെങ്കിലും ഫംഗ്ഷൻ ചെല്ലുമ്പോൾ, എടാ നീ മാത്യുവിൻ്റെ മോനാണോ? അപ്പോൾ അടുത്ത ആൾ, അയ്യോ ഇത് മാത്യുവിൻ്റെ ഒന്നുമല്ല, ഇത് രാഘവൻ്റെ മോനാന്ന് പറയുന്നത് പോലെ യേശു പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളല്ല, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ. കാണുമ്പോൾ എല്ലാം ഒരേപോലെ ഇരിക്കും. നല്ല വിത്തും കളയും രണ്ടും ഒരേപോലെ തന്നെയായിരിക്കണേ. പക്ഷേ ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയണം. താഴേക്ക് വായിച്ച് ഫിനിഷ് ചെയ്തോളൂ. നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. കണ്ടോ, മനസ്സിലായോ?
ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയുക. നിങ്ങൾ ആരുടെ മോഹ ജനിച്ചിരിക്കുന്നേ? പ്രവൃത്തി നോക്കി നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് ഏത് ഏനോ ആണെന്ന്. Now let's read the verse as a basis for this. This is John chapter 8 verse 42 onwards. So the context here is that there are some Pharisees who have come to Jesus and they are saying to Jesus that we are the children of Abraham, we are the children of God. And to that Jesus replied, no, you are not, you are the children of the devil. So here Jesus says that Jesus said to them, if God were your father, you would love me, for I proceeded forth and came from God, nor have I come of myself, but he sent me. Why do you not understand my speech? Because you are not able to listen to my word. You are of your father the devil, and the desires of your father you want to do. He was a murderer from the beginning and does not stand in the truth, because there is no truth in him. When he speaks a lie, he speaks from his own resources, for he is a liar and the father of it. So here you can see that Jesus himself is calling them the children of the devil. And so that means that there are children with two spiritual fathers in this world. One is the heavenly father, and another one is the devil. And the spiritual realm, the information is precise, they can understand it. It's like when we meet someone at the party and someone says, are you the son of Matthew? And the other one says, no, he's not the son of Matthew, he's the son of Raghavan. So it's in the same way, by their fruit we can recognize the tree. And in the same way, in the spiritual realm, people can recognize that whether a person is a child of heavenly father or is a child of the devil. മറ്റൊരു ഭാഗം കൂടി വായിച്ച് നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. ഇതാ ദൈവരാജ്യത്തിൻ്റെ ബേസായിട്ടുള്ള ഉപമകളുണ്ട്. അതാണ് വിത്തുകളുടെ ഉപമ. മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിൽ യേശു ക്രിസ്തു 2 വിത്തുകളുടെ ഉപമ പറഞ്ഞു. ആദ്യത്തേത് വിതക്കാരൻ്റെ ഉപമയാണ്, വചനം വിതയ്ക്കുകയാണ്. രണ്ടാമത്തേതും വിതക്കാരൻ്റെ ഉപമ തന്നെയാണ്, പക്ഷേ വിതയ്ക്കുന്നത് വചനമല്ല, പുത്രന്മാരെയാണ്. അങ്ങനെ രണ്ടാമത്തെ വിത്തിൻ്റെ ആ കാര്യം തെളിയിച്ച് തരുവാൻ തക്കവണ്ണം, ഉപമകളായി തെളിയിക്കാൻ തക്കവണ്ണം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യം, നല്ല വിത്ത് വിതയ്ക്കുന്ന വ്യക്തി ദൈവപുത്രനാണ്. ആ വിത്തുകൾ തന്നെ വചനമല്ല, പുത്രന്മാരാണ്, ദൈവരാജ്യത്തിൻ്റെ മക്കളാണ്. മനസ്സിലായോ? വിതച്ചത് തന്നെ ദൈവരാജ്യത്തിൻ്റെ മക്കളെയാണ്. ഇനി ഇവർ ശ്രദ്ധിച്ചില്ല, ദൈവവചനത്തിന് ശ്രദ്ധിക്കാതെ ഇരിക്കുന്നതിൻ്റെ പേരാണ് ഉറക്കം. ഇവ ദൈവവചനത്തെ അനുസരിക്കാതെ ഉറങ്ങിയപ്പോൾ ശത്രു വന്ന് കള വിതച്ചു. ഇതൊക്കെ സ്പിരിച്വൽ സൺസ് ആണ്, ബോഡിയിൽ സെയിമായിട്ട് ഫീൽ ചെയ്യും. ശത്രു വന്ന് കള വിതച്ചു. കള വിതച്ചത് പിശാചാണ്. ഇനി പറയാണ്, ശത്രു വന്ന് വിതച്ച കളകൾ ഇതാര് വിതച്ചതല്ല, പിതാവ് വിതച്ചത് അല്ല, ഇത് പിശാച് വിതച്ചതാ. ഇവനെ ഒരെണ്ണത്തിനെയും സ്വർഗ്ഗരാജ്യത്തിൽ കയറ്റുന്നില്ല. ഇവനെ മറയ്ക്കാനാണ് ഉപമകൾ. മനസ്സിലായി? ഇവരത് തിരിച്ചറിയാതിരിക്കാനാണ് കർത്താവ് പറയുന്നു. എന്തുകൊണ്ട് നീ ഉപമകളെ സംസാരിക്കുന്നു? കർത്താവ് പറയാണ്, നിങ്ങൾക്കിതറിയാൻ വരം കിട്ടിയിരിക്കുന്നു, അവർക്കോ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവർ കണ്ണുകൊണ്ട് കണ്ടിട്ടും ചെവി കൊണ്ട് കേട്ടിട്ടും ഹൃദയം കൊണ്ട് തിരിയാതിരിക്കേണ്ടതിന് ഞാനിത് ഉപമകളായി സംസാരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അവരിത് അറിയരുത്. മനസ്സിലായോ? ഓപ്പോസിറ്റ് പാർട്ടി ഇത് അറിയരുത്. ഓപ്പോസിറ്റ് പാർട്ടി അവരറിഞ്ഞാൽ അവരകത്ത് കയറിയിട്ട് പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാക്കും. ഹല്ലേലൂയ. അപ്പോൾ അതുമായുള്ള ബന്ധമാണ് നമുക്ക്. ഇത് മുഴുവൻ നിങ്ങൾ വായിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ അങ്ങോട്ട് എന്നോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വായിച്ചാൽ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാകും. ഹല്ലേലൂയ. അപ്പോൾ ആ ഭാഗം ഒന്ന് വായിക്കാം. അവിടെ അതിൻ്റെ 37 മുതൽ 40 വരെ വായിച്ചോളൂ. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം. നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ, കള ദുഷ്ടൻ്റെ പുത്രന്മാർ. അത് വിതച്ച ശത്രു പിശാച്. കൊയ്ത്ത് ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ. കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തെങ്കിൽ സംഭവിക്കും. ഹല്ലേലൂയ. മനുഷ്യപുത്രൻ എന്ത് ചെയ്യും? ഇതാ കടന്നു വരുമ്പോൾ ഈ കളയെല്ലാം എടുത്ത് ചുട്ട് കളയും. ഇടയ്ക്ക് വെച്ച് ഇതാ കള പറിക്കട്ടെ ഈശ്വരന്മാർ ചോദിച്ചു. കർത്താവ് പറഞ്ഞു, വേണ്ട, അവിടെ നിന്നോട്ടെ, കാരണം അവയെ കൊണ്ട് ആവശ്യം ഉണ്ട്. ഹല്ലേലൂയ. Dear brothers, let's read another verse. This is Matthew chapter 13. Here we can see there are multiple parables about sowing. We'll be looking at the second parable.
here in the second parable we can see that the sower is the Son of Man, that is our Lord Jesus Christ, and the seed that his seed sows are themselves as children of God, are the sons of God. And when after he has sowed, when the people are sleeping, when they are not hearing the word of God, they are sleeping, the devil comes and sows his children in the same field, and they turn out to be tares. So these verses are written, and in the end Jesus says that not a single tare will enter the kingdom of God. All the tares will be gathered and burned up. So here we can see that Jesus lets, although he lets both the seed and the tares grow together, he does not allow the tares to enter the kingdom of God. And it is because of that Jesus speaks in parables, so that only the true children of God can hear it. But to all the rest who hear it, it will be like hearing you will hear and shall not understand, and seeing you will see and not perceive, for the hearts of the people have grown dull. So Jesus says to you it has been given the gift of knowing the mysteries of the kingdom of God, but to others they will hear but they will not understand, they will see but not perceive. And so it is because of that the system has been made. So let us read the verses for this. This is Matthew chapter 13 verse 37 onwards. He answered and said to them, "He who sows the good seed is the Son of Man. The field is the world. The good seeds are the sons of the kingdom, but the tares are the sons of the wicked one. The enemy who sowed them is the devil, and the harvest is the end of the age, and the reapers are the angels. Therefore, as the tares are gathered and burned in the fire, so it will be at the end of this age." Hallelujah. Go ahead. So we can see that our Lord Jesus is allowing both the tares and the seed to grow together, but in the end he gathers the tares to burn it up. ആമേൻ, ആമേൻ, ആമേൻ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞാൽ സമയം കൊണ്ടുപോകാൻ ഇനിയും വേണം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആ പിക്ചർ നിങ്ങളെ കാണിച്ച വളരെ ബ്യൂട്ടിഫുൾ, നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ അങ്ങോട്ടേക്ക് നമുക്ക് പോകാനുള്ള ടൈമില്ല. പിക്ചറിന്ന് കാണിക്കുക, അതിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുക, വീട്ടിൽ പോയിട്ട് അതിൽ വചനങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഒരിക്കലും ഒരു കളയെ ഗോതമ്പാക്കാൻ പറ്റൂല, മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഇത് രണ്ടുമുണ്ട് പാടത്ത്, നല്ലതുകൊണ്ട് കളയുണ്ട്. കളയെ, പിശാചിൻ്റെ മക്കളെ ദൈവത്തിൻ്റെ മക്കളാക്കാൻ പറ്റില്ല. പക്ഷേ ദൈവത്തിൻ്റെ മക്കൾക്ക് പിശാചിൻ്റെ മക്കളുടെ കൂട്ടുകൂടി കളയുടെ റിസൾട്ട് കൊടുക്കാം. പിടുത്തം കിട്ടിയോ? ഇവിടെ ടെസ്റ്റ് കളയ്ക്കല്ല, ടെസ്റ്റ് രാജ്യത്തിൻ്റെ പുത്രന്മാർക്കാണ്. മനസ്സിലാകുന്നുണ്ടോ? രാജ്യത്തിൻ്റെ പുത്രന്മാർ കളയോട് കൂടെ ചേർന്ന് കളയുടെ സ്വഭാവമായി അതിലേക്ക് പോയാൽ രാജ്യത്തിൻ്റെ പുത്രന്മാരെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കളയ്ക്ക് ഒരേ ആയുസേ ഉള്ളൂ. കളയെ എടുത്ത് ചുട്ട് കളയും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കി നാം പ്രവർത്തിക്കുക. നമ്മൾ ഒറ്റ കാര്യം ചെയ്യേണ്ടതുള്ളൂ, ദൈവത്തെ ചോദ്യം ചെയ്യാതെ, എൻ്റെ അപ്പ എന്നെ നിത്യജീവനായി തിരഞ്ഞെടുത്തതിനായി, അങ്ങയുടെ മകനായി ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ എന്നെ തിരഞ്ഞെടുത്തതിനായി, ദൈവമേ അങ്ങയുടെ അവകാശിയും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയുമായി എന്നെ തിരഞ്ഞെടുത്തതിനായി ഞാൻ നന്ദി പറയുന്നു. അപ്പാ നന്ദി, നന്ദി, നന്ദി. Dear brothers, we don't have the time to explain in detail, so I will show a picture. Please take a photo of that picture and then go and meditate on it. So here the important thing to know is that a tare can never turn into a wheat. So there is no way a tare can turn into a wheat, but there is a chance that the wheat can give the same result as a tare. So that is the test that we are under. The test is for the sons of the kingdom of God. The test is not for the tares, not for the children of the devil, but the test is for the sons of the kingdom of God, that we will give good fruit to God. And if we do not give the good fruit to God, they will be cast out to the outermost darkness, where there will be gnashing of teeth and where there will be weeping. So dear children, be diligent and know this. ഹല്ലേലൂയ. ഇതിൽ വചനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, നിങ്ങളിത് മനസ്സിലാക്കി പഠിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ബുക്ക് ഓഫ് ലൈഫ് കാണാം, എൻഡിലൊരു വീടും കാണാം. ഈ വീടാണ് ദൈവരാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ എത്തണം. നിങ്ങൾക്ക് ഈ ഭാഗത്ത് ഇതാ 2 ടൈപ്പ് വിത്തുകളെ കാണാം.
ഒന്ന് റൗണ്ട് കളറുള്ള കറുത്ത വിത്തുകൾ, പിന്നെ ഒന്ന് സ്റ്റാറുകൾ. 2 ടൈപ്പ് ഈ ലോകമാകുന്ന വയലിലുണ്ട്. സ്പിരിച്വലി പുറമേ കാണുമ്പോൾ രണ്ടും ഒരേപോലെ ഇരിക്കും. സ്പിരിച്വലി 2 ടൈപ്പാണ്. ഈ സ്റ്റാർ ടൈപ്പ് ഉള്ള ആളുകളാണ് രാജ്യത്തിൻ്റെ പുത്രന്മാർ. ഇവരൊക്കെയാണ് കളകൾ. അതുമായിട്ട് ബന്ധപ്പെട്ട വചനമാണ് ഈ കിടക്കുന്നത്. സോറി, ഹല്ലേലൂയ. അങ്ങനെ രാജ്യത്തിൻ്റെ പുത്രന്മാരെ എല്ലാം ജീവൻ്റെ പുസ്തകത്തിൽ ആരംഭത്തിൽ തന്നെ ഗോഡ്സ് ഫാമിലി രജിസ്റ്ററിൽ അവരുടെ പേര് ഉണ്ട്. അവരെ എല്ലാവരെയും ദൈവം വിളിച്ചിരിക്കുകയാണ്, രക്ഷയ്ക്കായി വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പറയുന്നത് മെനി ആർ കോൾഡ്. അവരെല്ലാം വിളിച്ചിരിക്കുകയാണ്. അവർക്ക് ദൈവം രക്ഷയ്ക്കപ്പെടാനുള്ളൊരു അവസരം കൊടുക്കും. അവർക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിക്കേണ്ടെങ്കിൽ സ്വീകരിക്കേണ്ട. ഇനി തുടർന്ന് ഇതാ അതിൽ ചിലർ വിശ്വസിച്ചു. ബിലീവ്ഡ് ഗ്രൂപ്പ്. കേട്ട വചനം വിശ്വാസമായി പരിണമിക്കാഞ്ഞത് കൊണ്ട് അവർക്ക് പ്രയോജനമായി വന്നില്ല. അപ്പം ചിലർക്ക് പ്രയോജനമായി, ചിലർക്ക് പ്രയോജനം ആയി തീർന്നില്ല. ഇതാ നാരോയി വരുന്നുണ്ടോ, പാത്ത് നാരോയി വരുന്നുണ്ടോ, ആളുടെ എണ്ണം കുറയാൻ തുടങ്ങി. പിന്നെ ഇത് ഇടുക്ക് വഴിയാണ്, സ്വയത്തെ ത്യജിച്ചു പോകണം. ഇത് കളകളെല്ലാം സ്വയത്തിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ആ സ്വയത്തെ ത്യജിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ അതൊരു ഇടുക്ക് വഴിയാണ്. അവസാനം ഇതാ 1 സ്റ്റാർ. ഇവിടെ നിന്ന് കയറി എത്ര സ്റ്റാർ? 1, 2, 3, 4, 5 ഇഷ്ടമായ സ്റ്റാർ കയറിയെങ്കിലും അവസാനം 1 സ്റ്റാർ മാത്രമേ ഇവിടെ എത്തിച്ചേർന്നുള്ളൂ. വിളിക്കപ്പെട്ടവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ ചുരുക്കമാണ്. ആ തിരഞ്ഞെടുക്കപ്പെട്ട അവനാണ് ചോസൺ ഗ്രൂപ്പിൽപ്പെട്ടത്. അവൻ ദൈവരാജ്യത്തിൽ എത്തി. അതുകൊണ്ട് ഈ വഴി കടക്കാൻ പോരാടുകയാണ്. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, വചനം നോക്കി ഇതൊക്കെ നിങ്ങൾ പഠിക്കുക. ദൈവം നിങ്ങളെ ഇതിനായി സഹായിക്കട്ടെ. Dear children, please look at this slide that I have shown over here. I will give you a brief explanation about this. So here you can see two faces. At the end we can see a house, that is the kingdom of God, that we are our final destination. But at the beginning we can see the book of life, and at the book of life, at that face you can see there are 2 types of seed. One seed is round in color and another seed is star shaped. The star shaped seeds are those whose names are already written in the book of life at the beginning of the world, beginning of the foundation of this world. So they are part of the called group. They are given opportunity to become children of God, and they have the choice whether to choose it or whether to reject it. And once they have chosen to be the children of God, then it becomes the next group, that is the believed group, the believing group. And they are the people, those who have written, whose names are written in the book of the word of life, in the book of life, whose names are written in the book of life, and who has believed the words of salvation, and they have started their journey. But further you can see that the path narrows further, and as it goes further and further, many fall away because they are not unable to deny their self and grow in the Lord. And in the end only few are part of the chosen group. As you can see, the heading of the slide is many are called but few are chosen. So all those whose names are in the book of life at the beginning of the world are called, but only those who overcomes are chosen. ആമേൻ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, കാൺമിൻ എത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. എപ്പോഴാ? ലോകസ്ഥാപനത്തിന് മുമ്പേ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ. വളരെ ക്ലിയറായിട്ടാണ് പറയുന്നത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ ദൈവം എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. വീണ്ടും ബൈബിൾ പറയുന്നു, നാം അങ്ങനെയാണ് താനും. നാം അങ്ങനെയാണ്. എപ്പോ? ലോകസ്ഥാപനത്തിന് മുമ്പേ നാം ദൈവത്തിൻ്റെ മക്കളാണ്. ആ മക്കളായി നമ്മളെ തിരഞ്ഞെടുത്തു. നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. അപ്പനോട് നന്ദി നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അപ്പനെ വിളിക്കാം. Dear children, let's rise up and pray. So as it is written in the book of 1 John chapter 3, see how great a blessing God has given us, that from the foundation of this world that God has chosen us to be sons of God, and we are like that. So God has chosen us to be sons of God from the beginning from the foundation of this world. Let us be grateful to God for that and pray for that. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇനി ഞാനുമായിട്ടല്ല നിങ്ങളുടെ കണക്ഷൻ, ക്രിസ്തുവിലൂടെ ദൈവവുമായിട്ടാണ് കണക്ഷൻ.
സ്വർഗസ്ഥ പിതാവുമായിട്ടാണ് കണക്ഷൻ. ആ വലിയ സ്നേഹം നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ ദൈവത്തിൻ്റെ വചനം പറയുന്നു. ലോകസ്ഥാപനത്തിനു മുമ്പ് സ്വർഗത്തിലെ ദൈവം നമ്മളെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു തൻ്റെ മക്കളായി. അവരുടെ പേരാണ് ജീവപുസ്തകത്തിലുള്ളത്. ഇറ്റ്സ് ഗോഡ്സ് ഫാമിലി രജിസ്റ്റർ. മാത്രമല്ല, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമായി നമ്മളെ മുൻ നിയമിച്ചു. റോമ 8:29. ഇത്ര വലിയ സ്നേഹം ഒന്ന് തിരിച്ചറിഞ്ഞാൽ, ഞാൻ ആരാണെന്നൊന്ന് തിരിച്ചറിഞ്ഞാൽ, പ്രിയ മകനെ, നിനക്കിനി ഈ ലോകത്ത് നിൽക്കാൻ പറ്റുമോ ഹൃദയം കൊണ്ട്? പ്രിയ മകളെ, നിനക്ക് ഈ ലോകത്തിൽ നിൽക്കാൻ പറ്റുമോ ഇനി ഹൃദയം കൊണ്ട്? ക്രിസ്തു പറഞ്ഞു, ഫോളോ മീ, എന്നെ അനുഗമിപ്പിൻ. എങ്ങോട്ട്? നിന്റെ അപ്പൻ്റെ വീട്ടിലേക്ക്. കാണാതെ പോയ നിന്നെ അന്വേഷിച്ച എന്നെ വിട്ടത്. നീ നിന്റെ ദൈവത്തിൻ്റെതാ. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാന്ന് ഹൃദയം കൊണ്ടൊന്ന് പറയാമോ? ദൈവത്തോട് പറ, പപ്പ, ഞാൻ അങ്ങയുടേതാ, ഞാൻ അങ്ങയുടേതാ. കളയുടെ കൂട്ടുകൂടി കളയുടെ റിസൾട്ട് ഞാൻ കൊടുക്കാതെ ക്രിസ്തുവിൻ്റെ കൂട്ടുകൂടി ക്രിസ്തു അങ്ങയ്ക്ക് തന്ന ആ ഫലം ഞാനും തരുവാൻ എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എന്നെ സ്വീകരിക്കണമേ, എന്നെ സമർപ്പിക്കുന്നു. ഞാനെൻ്റെ ദൈവത്തിൻ്റേതാ, എന്നും എൻ ദൈവത്തിൻ്റേതാ. ദൈവം എന്തു ചെയ്താലും എപ്പോൾ ചെയ്താലും ദോഷമായൊന്നും ചെയ്യുകില്ല. എല്ലാം നന്മയ്ക്കായി മാത്രം മാറ്റിടുന്നേ. ഞാൻ എൻ്റെ എല്ലാവരും എന്നും എൻ ദൈവത്തിൻ്റേതാ. ദൈവം എന്തു ചെയ്താലും എപ്പോൾ ചെയ്താലും ദോഷമായൊന്നും ചെയ്യുകില്ല. എല്ലാം നന്മയ്ക്കായി മാത്രം മാറ്റിടുന്നേ. നമ്മുടെ അപ്പന് പരീക്ഷയിലൂടെ നമ്മളെ കടത്തി വിടുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ദോഷമായിട്ട് എന്നോട് ചെയ്യുക. ഇല്ല മക്കളെ, ദോഷമായിട്ടൊന്നുമില്ല. എല്ലാം നല്ല ദാനങ്ങൾ തരുവാൻ, ഈ പരീക്ഷയിൽ ജയിക്കുവാൻ. ഇപ്പോൾ കള കൂടെയുണ്ട്, കള എടുത്തു കളയുവാൻ പപ്പ അനുവദിക്കില്ല. അത് ടെസ്റ്റിൻ്റെ ഒരു ഭാഗമാണ്. അവരാണ് നമുക്ക് പ്രഷർ തരുന്നത്, അവരാണ് നമുക്ക് ദോഷം ചെയ്യുന്നത്. എന്നാൽ ആ ദോഷത്തിലെല്ലാം അപ്പൻ നമുക്ക് നന്മ ഒരുക്കിയിട്ടുണ്ട്. അതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി ക്രിസ്തുവെ അനുഗമിച്ച് ആ അപ്പൻ്റെ ഭവനത്തിലേക്ക് നമുക്ക് യാത്രയാകാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് തന്ന നല്ല വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ സംശയങ്ങളെ അങ്ങ് തീർക്കുന്നതിനായി നന്ദി. പ്രിയ നല്ല നാഥ, ആത്മലോകത്തിൻ്റെ മറഞ്ഞു കിടക്കുന്ന ഈ യാഥാർത്ഥ്യങ്ങളെ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചു തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഈ മക്കളെ ഏവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഒരു അനുഗ്രഹിക്കുന്നു. ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അങ്ങയുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടേതായ എല്ലാ ആവശ്യങ്ങളുടെ മേലും അങ്ങ് കൂട്ടായിരിക്കണമേ. പിശാചിൻ്റെതായ ആക്രമണം, ശരീരത്തിൽ പല പല ബലഹീനതകൾ, രോഗങ്ങൾ ആയിരിക്കുന്ന വ്യക്തികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവിടെ കരങ്ങൾ വെച്ചാട്ടെ. ആ പ്രശ്നങ്ങൾ നേരെ കരങ്ങൾ നീട്ടിയാട്ടെ. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സ്വർഗീയ പൗരത്വത്തിലും അധികാരത്തിൽ നിന്നുകൊണ്ട് ആ വിഷയങ്ങളുടെ മേൽ ഇപ്പോൾ കൽപ്പന പുറപ്പെടുവിക്കുന്നു. മാറി നിൽക്കാം. ദൈവത്തിൻ്റെ പരിഹാരം അവിടെ കടന്നു വരട്ടെ. ആ വേദനകളോട്, രോഗങ്ങളോട് കൽപ്പിക്കുക. അതിൻ്റെ പിന്നിലുള്ള എല്ലാ അന്ധകാര അവകാശങ്ങളെയും യേശു രക്തത്താൽ ഇപ്പോൾ ക്യാൻസൽ ചെയ്യുക മാത്രമല്ല, അവയോടെല്ലാം വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ആ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമുള്ളതായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന ദൈവത്തിൻ്റെ വചനത്താൽ നിങ്ങൾ ഇപ്പോൾ സൗഖ്യമുള്ളവരായിരിക്കുന്നു. കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. വി താങ്ക് യു ഹെവൻലി ഫാദർ. വി താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് പ്രയോജനകരമായോ? ഇച്ചിരി ആഴായി പോയല്ലേ?
എങ്കിലും ഇത് വചനം ധ്യാനിക്കുക, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കും. ദൈവം അവരെ സഹായിക്കും. താങ്ക് യു വെരി മച്ച്. നാളെ ഹോളി കമ്മ്യൂണിയനുള്ള ദിവസമാണ് എന്ന് എല്ലാവരും ഓർക്കുക. ശുശ്രൂഷ അടുത്ത ധ്യാനം എപ്പോഴാണ്? മാർച്ച് 3 അടുത്ത ധ്യാനം. ഈ ധ്യാനം വളരെ മനോഹരമായി ബ്യൂട്ടിഫുള്ളായിട്ട് സ്വർഗത്തിലെ ദൈവം ചെയ്തെടുത്തു. അതുകൊണ്ട് ഇതാ നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവോട് ചേർന്ന് മനുഷ്യരെ പിടിക്കുക. ദൈവം നിങ്ങളെ അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.